സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ബൂളിയൻ ആൾജിബ്രയാണ്. സോ നമുക്കറിയാം, നമ്മൾ കേരള PSCയുടെ അല്ലെങ്കിൽ UGC നെറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് നിന്ന് എപ്പോഴും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ വൺ വേർഡ് ഒക്കെ ആയിട്ട് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് നമ്മൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ബൂളിയൻ ആൾജിബ്ര. അപ്പൊ നമുക്ക് നേരെ ഇതിലേക്ക് കിടക്കാം. ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ബൂളിയൻ ആൾജിബ്രയുടെ നമ്മൾ ആദ്യം ബൂളിയൻ ആൾജിബ്ര എന്താന്ന് നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ ഓപ്പറേഷൻസ്, ബൂളിയൻ ആൾജിബ്രയിലെ മെയിൻ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കും. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുണ്ടോ ബൂളിയൻ ലോസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ബൂളിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞിട്ട് പോവാം. ബൂളിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ആൾജിബ്ര ഇൻ വിച്ച്, ഓക്കെ, ഇതാണ് മെയിൻ പോയിന്റ്, ദ പോസിബിൾ വാല്യൂസ് ഓഫ് വേരിയബിൾസ് ആർ എയ്തർ ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, സോ ഈ ബൂളിയൻ ആൾജിബ്രയിലെ വേരിയബിൾസിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ട്രൂ ഓർ ഫോൾസ് ആണ്. ഓക്കെ, എയ്തർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, ഇത് രണ്ടുമാണ് നമുക്ക് ബൂളിയൻ ആൾജിബ്രയിൽ വേരിയബിൾസിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. നമ്മൾ ഈ ട്രൂവിനെ 1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, നമ്മൾ ഫോൾസിനെ യൂഷ്വലി 0 കൊണ്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ഈ ട്രൂ, 1, ഫോൾസ്, 0 ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ബൂളിയൻ ആൾജിബ്രയിൽ നമ്മുടെ വേരിയബിൾസിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഓൺലി 2 വാല്യൂസ്, ദാറ്റ് ഈസ് ട്രൂ ആൻഡ് ഫോൾസ്. അതുകൊണ്ടാണ് അതിനെ ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബൂളിയൻ ആൾജിബ്രയിലെ മെയിൻ ഓപ്പറേഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഓപ്പറേഷൻസ്: ആൻഡ്, ഓർ, നോട്ട്. ഓക്കെ, സോ നോട്ടിനെ നമ്മൾ കോംപ്ലിമെന്റ് എന്ന് വിളിക്കും, ഈ ആൻഡിനെ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്നും ഓറിനെ ലോജിക്കൽ അഡീഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഓക്കെ, നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് ബൂളിയൻ ലോസ് ആയിരിക്കും. സോ ബൂളിയൻ ലോസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇപ്പോൾ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഒക്കെ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ബൂളിയൻ ലോസ് വെച്ചിട്ടാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ബൂളിയൻ ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നതൊക്കെ ബേസിക്സ് സംഭവങ്ങളാണ്. അത് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം, മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ബേസിക് ഓപ്പറേഷൻസിലേക്ക് പോവാം. നമ്മൾ ആദ്യം നോട്ട് ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കോംപ്ലിമെന്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഓക്കെ, നോട്ട് ഓപ്പറേഷനെ നമ്മൾ കോംപ്ലിമെന്റ് എന്നൊക്കെ വിളിക്കും. ഓക്കെ, കോംപ്ലിമെന്റ് എന്നൊക്കെ വിളിക്കും. ഓക്കെ, സോ നോട്ട് ഓപ്പറേഷൻ നമ്മൾ കോംപ്ലിമെന്റ് എന്നൊക്കെ വിളിക്കും. ഇനി എന്താണ് ഈ കോംപ്ലിമെന്റ് എന്ന് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് എടുക്കാം. സോ ലെറ്റ് എ ബി എ വേരിയബിൾ. ഓക്കെ, എ ബി എ ബൂളിയൻ വേരിയബിൾ. അതിന്റെ നമ്മൾ പിന്നെ കോംപ്ലിമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എ കോംപ്ലിമെന്റ്, സോറി, നമ്മൾ ഇതിന്റെ കോംപ്ലിമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എ കോംപ്ലിമെന്റ് എന്നായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതി. സോ ഈ എയിൽ നിന്ന് എ കോംപ്ലിമെന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് നോട്ട് ഓപ്പറേഷൻ. ഓക്കെ, സോ നമ്മൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം എ ഇസ് എ ബൂളിയൻ വേരിയബിൾ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാ? സോൺലി 2 വാല്യൂസ് അല്ലേ? ഏതൊക്കെയാ? 0 അല്ലെങ്കിൽ ഫോൾസ്, പിന്നെ 1 അല്ലെങ്കിൽ ട്രൂ. ഇത് രണ്ടുമാണ് ഈ എക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് അല്ലേ? അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് 0 ആൻഡ് 1. ഇനി 0യിൽ നമ്മൾ നോട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് എ കോംപ്ലിമെന്റ് കിട്ടും. ഐ മീൻ എയിൽ നമ്മൾ നോട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് എ കോംപ്ലിമെന്റ് കിട്ടും. അതായത് കറന്റ്ലി എയുടെ വാല്യൂ 0. ഇതിൽ നമ്മൾ നോട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ നമ്മൾ നോട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ ഈ വാല്യൂ അല്ലാത്ത വാല്യൂ എന്നാ ഉദ്ദേശിക്കുന്നത്. സോ നമുക്കറിയാം ബൂളിയൻ വേരിയബിൾസിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് അഗെയിൻ ഐ എം ടെലിംഗ് യു ഇറ്റ്സ് 0 ആൻഡ് 1. സോ 0 അല്ലാത്ത വാല്യൂ ഏതായിരിക്കും? അത് 1 അല്ലേ? സോ അങ്ങനെയാണ് എ കോംപ്ലിമെന്റ് നമുക്ക് 1 കിട്ടുന്നത്. സോ സിമിലർലി 1ന് എ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ 1 അല്ലാത്ത വാല്യൂ അതേതാണ്? 0. ഓക്കെ,
സോ 1 അല്ലാത്ത വാല്യൂ അതേതാണ്? 0. ഓക്കെ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ മുകളിലത്തെ ട്രൂത്ത് ടേബിൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. 0 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 1, 1 ആണെങ്കിൽ എ കോംപ്ലിമെന്റ് ഔട്ട്പുട്ട് 0. സോ ഇതാണ് നോട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നോട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോംപ്ലിമെന്റ്, ഒരു വേരിയബിളിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് നോട്ട് ഓപ്പറേഷൻ. ഓക്കെ, ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ അടുത്ത ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ആണ്. സോ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെയാണ് ഈ ആൻഡ് ഓപ്പറേഷനെ വിളിക്കുക, അല്ലെ? സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഡോട്ട്. ഒരു ഡോട്ട് സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എയും ബിയും കൂടെ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ സോ നമ്മൾ അതിന്റെ ഔട്ട്പുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എ ഡോട്ട് ബി അല്ലെങ്കിൽ എ ആൻഡ് ബി. ഓക്കെ. സോ ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? ആൻഡ് ഓപ്പറേഷൻ, ആൻഡ് ഗേറ്റ് എന്നല്ല കേട്ടോ, ആൻഡ് ഓപ്പറേഷൻ. സോ ആൻഡ് ഓപ്പറേഷൻ എന്താ പറയുന്നത്? ആൻഡ് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ, 2 വേരിയബിൾസ് നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. ഔട്ട്പുട്ട് ഹൈ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് 1. ഔട്ട്പുട്ട് വിൽ ഹൈ ഇഫ് ബോത്ത് ദ ഇൻപുട്സ് ആർ ഹൈ. ഓക്കെ, ഇഫ് ബോത്ത് ദ ഇൻപുട്സ് ആർ ഹൈ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഔട്ട്പുട്ടേ 1 ഉള്ളൂ. ആ ഔട്ട്പുട്ട് 1 വന്നപ്പോഴാ ഈ എയും ബിയും നമുക്ക് 1 വന്നപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞു വെച്ചേക്കുന്നത് എന്താണെന്നറിയാവോ? ആൻഡ് ഓപ്പറേഷനിൽ ഔട്ട്പുട്ട് വിൽ ബി ഹൈ ഇഫ് ബോത്ത് ഇൻപുട്സ് ആർ ഹൈ. ബോത്ത് ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇൻ ഓൾ അതർ കേസസ് ഔട്ട്പുട്ട് വിൽ ബി 0. ഓക്കെ, നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ആൻഡ് ഗേറ്റ് പഠിക്കുമ്പോൾ നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതിന്റെ ഒരു ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി നമുക്ക്. ഓക്കെ, സോ ഇതാണ് ആൻഡ് ഓപ്പറേഷൻ. നമ്മളിനി ഓർ ഓപ്പറേഷനിലേക്ക് പോവുകയാണെങ്കിൽ, ഓർ ഓപ്പറേഷൻ നമ്മൾ ഇതിനെ ലോജിക്കൽ അഡീഷൻ എന്നൊക്കെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുക. ഇവിടെ നമുക്ക് ഏതൊക്കെ കേസിലാണ് 1 കിട്ടുന്നത്? ഇതുണ്ടോ? നമുക്ക് ഈ 3 കേസിലാണ് നമുക്ക് 1 കിട്ടിയേക്കുന്നത്, അല്ലേ? ഇത് 1 കിട്ടുന്ന കേസ് ഏതൊക്കെയാ? സി, ഇവിടെ B1 ഉണ്ട്, ഇവിടെ A1 ഉണ്ട്, ഇവിടെ 2 1 ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മൾ പറഞ്ഞേക്കുന്ന ഇത്രേ ഉള്ളൂ. ഔട്ട്പുട്ട് വിൽ ബി ഹൈ ഇഫ് എനി ഓഫ് ദ ഇൻപുട്ട് ഈസ് ഹൈ. എനി ഓഫ് ദ ഇൻപുട്ട് ഹൈ ആണെങ്കിൽ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബി ഹൈ ആണ്, ഇവിടെ എ ഹൈ ആണ്, ഇവിടെ 2 ഹൈ ആണ്. അപ്പോൾ എനി ഓഫ് ദ ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, അതർവൈസ് ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അതാണ് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം ഗോയിങ് ഫോർവേഡ് നമുക്ക് ഇതൊക്കെ ആവശ്യം വരും. അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്കിനി മെയിനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് മെയിൻ സംഭവം, ലോസ് ഓഫ് ബൂളിയൻ ആൽജിബ്ര. ഓക്കെ, ബൂളിയൻ ആൽജിബ്രയുടെ ലോസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് ലോ, അനൽമെന്റ് ലോ പറയുന്നത്, നമ്മൾ ഇനി ഏത് ലോസ് പറയുകയാണെങ്കിൽ നമ്മൾ ആൻഡ് വെച്ചിട്ടും ഓർ വെച്ചിട്ടും പറയും കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. സോ നമ്മളിവിടെ അനൽമെന്റ് ലോ, ഫസ്റ്റ് അനൽമെന്റ് ലോ വിത്ത് റെസ്പെക്ട് ടു ആൻഡ് ഓപ്പറേഷൻ പറയുകയാണെങ്കിൽ, ഈ അനൽമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ലാതാക്കുക, അസാധുവാക്കുക, അങ്ങനെയൊക്കെയാ. അപ്പൊ നമ്മളിവിടെ നോക്കിയേ, എയുടെ കൂടെ, എ ഇസ് എ ബൂളിയൻ വേരിയബിൾ ഒക്കെ കേട്ടോ. സോ എയുടെ കൂടെ ഒരു ബൂളിയൻ, എനി ബൂളിയൻ വേരിയബിൾ, സോ എനി ബൂളിയൻ വേരിയബിളിന്റെ കൂടെ നമ്മൾ 0 വെച്ച് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഔട്ട്പുട്ട് വിൽ ബി 0. ഓക്കെ, ആൻഡ് സിമിലർലി എനി ബൂളിയൻ വേരിയബിളിന്റെ കൂടെ 1 വെച്ചിട്ട് നമ്മൾ ഓർ ചെയ്ത് കഴിഞ്ഞാൽ, ഓർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി 1. സോ ഇവിടെ എന്തുകൊണ്ടാണ് അനൽമെന്റ് എന്ന് പറയുന്നത്? സി, ഔട്ട്പുട്ടിൽ നോക്കിയേ എയുടെ ഒരു വേരിയബിളേ ഇല്ല. നമ്മൾ ഇൻപുട്ടിൽ എയുടെ വേരിയബിൾ ഉണ്ടായിരുന്നു, ഔട്ട്പുട്ടിൽ എയിനെ നമ്മൾ ഇല്ലാതാക്കി, അല്ലേ? അതുകൊണ്ടാണ് ഇതിനെ അനൽമെന്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. എനി വേരിയബിൾ ആൻഡിങ് വിത്ത് 0 വിൽ റിസൾട്ട് ഇൻ 0. എനി വേരിയബിൾ ഓറിങ് വിത്ത് 1 വിൽ റിസൾട്ട് ഇൻ 1. 1 എന്ന് 0 എന്ന് പറഞ്ഞാൽ ട്രൂ ഫോൾസ് ആയിട്ടോ നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ. ഇനി നമ്മൾ ഐഡന്റിറ്റി ലോ എടുത്തിട്ടുണ്ടെങ്കിൽ, സോ ഇനി ഐഡന്റിറ്റി ലോ എന്ന് പറഞ്ഞാൽ, സോ ഒരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. സോ നമ്മൾ സാറിന് ഐഡന്റിറ്റി ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി എലമെന്റ് വെച്ച്
അതിനെ ആ ഓപ്പറേഷൻ ചെയ്താൽ അതിൻ്റെ വാല്യൂ മാറുന്നില്ല. അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആൻഡിൽ നമ്മൾ ഈ എനെ ആൻഡ് വിത്ത് 1 ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് ദ വാല്യൂ വിൽ ബി എ ആയിരിക്കും. അതായത് ഇവിടെ എയുടെ വാല്യൂ, സപ്പോസ് എയുടെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കുക. ഇവിടെ എയുടെ വാല്യൂ 0 ആണെങ്കിൽ 0.1, അപ്പം ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ? ഇനി എയുടെ വാല്യൂ 1 ആണെങ്കിൽ 1.1, ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കില്ലേ? 1 ആയിരിക്കില്ലേ? സോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഐഡന്റിറ്റി എലമെന്റിന്റെ കൂടെ നമ്മൾ 1ന്റെ കൂടെ എനെ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി എ. സിമിലർലി ഈ സെയിം കേസാണ് ഓർ ഓപ്പറേഷൻ. ഓർ ഓപ്പറേഷൻ വിത്ത് 0 വിൽ നോട്ട് ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഐഡന്റിറ്റി ലോ. ഐഡന്റിറ്റി ലോ എന്ന് പറഞ്ഞാൽ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എനെ 2 പ്രാവശ്യം ആൻഡ് ചെയ്താലും എനെ 2 പ്രാവശ്യം ഓർ ചെയ്താലും വാല്യൂ ഈസ് എ ഒള്ളി. ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ഈ ബൂളിയൻ വേരിയബിളിനെ 2 പ്രാവശ്യം നമ്മൾ ആൻഡ് ചെയ്തു, അല്ലെങ്കിൽ 2 വേരിയബിൾ കൊണ്ട് ആൻഡ് ചെയ്തു, ഇവിടെ 2 സെയിം ബൂളിയൻ വേരിയബിളിനെ ഓർ ചെയ്തു, അതിന്റെ വാല്യൂ മാറ്റം വരുന്നില്ല. അതാണ് ഐഡന്റിറ്റി ലോ. ഇനി കോംപ്ലിമെന്റ് ലോ. നമ്മൾ നേരത്തെ കോംപ്ലിമെന്റ് എന്താണെന്ന് നോക്കിയായിരുന്നു. സോ കോംപ്ലിമെന്റ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൂളിയൻ വേരിയബിൾ അതിന്റെ കോംപ്ലിമെന്റ് കൂടെ ആൻഡ് ചെയ്താൽ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? എ 0 ആണെങ്കിൽ എ കോംപ്ലിമെന്റ് 1 ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 0 വന്നാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ ആൻഡിന്റെ ഓപ്പറേഷൻ പഠിച്ചത്. എനി ഓഫ് ദീസ് വാല്യൂ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പൊ എ ആൻഡ് എ കോംപ്ലിമെന്റ് എനി ഓഫ് ദീസ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം വിൽ ബി 0 അല്ലെ? അതുകൊണ്ട് ഇത് ഓൾവേസ് 0 ആയിരിക്കും. സിമിലർലി എ പ്ലസ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1. ഓക്കെ, ഇത് കൂടുതൽ പറയണ്ടല്ലോ, ഇത് ഒരു ഈസി ആയിട്ടുള്ള സംഭവം, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഈസി ആയിട്ടുള്ള സംഭവം. അതുകൊണ്ട് ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി കമ്മ്യൂട്ടേറ്റീവ് ലോ നമ്മളിത് മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ വിത്ത് റെസ്പെക്ട് ടു ആൻഡ് പറയുകയാണെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ, അതായത് ഇതിന്റെ ഓർഡറിന് വ്യത്യാസം വരുന്നില്ല. ഓപ്പറൻസ് നമ്മൾ റിവേഴ്സ് ചെയ്താലും ആൻഡ് ഓർ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. ഓക്കെ, ഇത് നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ അധികം പറഞ്ഞു പോകുന്നില്ല കേട്ടോ. ഇനി വരുന്നൊരു ലോ ആണ് അസോസിയേറ്റീവ് ലോ. നമ്മൾ ഇതും പഠിച്ചിട്ടുണ്ട്, അസോസിയേറ്റീവ് ലോ. സോ സിമിലർ കേസ് തന്നെ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ അസോസിയേറ്റീവ് ലോയിൽ നമ്മൾ 3 വേരിയബിൾ എടുത്ത് ഇതിന്റെ ബ്രാക്കറ്റ്, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം ബിയുടെയും സിയുടെയും ആൻഡ് ചെയ്തിട്ട് അത് എയുമായിട്ട് ആൻഡ് ചെയ്യുന്നതും എയുടെയും ബിയുടെയും ആൻഡ് ചെയ്തിട്ട് അത് സി ആയിട്ട് ആൻഡ് ചെയ്യുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. ഓക്കെ, സോ ഇതിന്റെ ബ്രാക്കറ്റിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും റിസൾട്ടിൽ വ്യത്യാസം വരത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ സിമിലർലി ഇൻ ദ കേസ് വിത്ത് ഓർ ദ സെയിം കേസ്. ഓക്കെ, സോ അതും ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നോക്കുവാണെങ്കിൽ, സോ നമ്മൾ ഇതുണ്ടോ, ഇവിടെ ഒരു ആൻഡ് ഓപ്പറേഷൻ എ ആൻഡ് ബി പ്ലസ് സി ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ബ്രാക്കറ്റിനുള്ളിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, സോ എന്താ സംഭവിക്കുക? അത് എ ഇൻറ്റു ബി, എ ആൻഡ് ബി, പിന്നെ ഈ പ്ലസ് പ്ലസ് ഈ പ്ലസ് പ്ലസ്, പിന്നെ പിന്നെ എ ആൻഡ് ബി. ഇതുണ്ടോ, ഇത് അതായത് നമുക്ക് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേഷൻസ് എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി എന്ന് എഴുതാൻ വേണ്ടി പറ്റും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ സിമിലർ ഇൻ ദ കേസ് വിത്ത് മാത്സിൽ ഇല്ലാത്ത പോലെ, നോർമൽ മാത്തമാറ്റിക്സിൽ ഇല്ലാത്ത പോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ എ പ്ലസ്, ഇവിടെ ഓർ ഓപ്പറേഷൻ ബി ഇൻറ്റു സി ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എ പ്ലസ് ബി, ഇതുണ്ടോ, എ പ്ലസ് ബി ഈ ഡോട്ട് ഇവിടെ ഇട്ടു ആൻഡ് എ പ്ലസ് സി, ഇതുണ്ടോ, എ പ്ലസ് സി. ഓക്കെ, സോ ഇൻറ്റുവിന് മാത്രമല്ല പ്ലസ് ചെയ്യുമ്പോഴും, അതായത് ഓർ ചെയ്യുമ്പോഴും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് ഓർത്ത് വെച്ചേക്കുക. ഇനി അബ്സോർപ്ഷൻ ലോ, ഇതൊരു ഈസി സംഭവമാണ്. അബ്സോർപ്ഷൻ ലോയിൽ എ ഡോട്ട് എ പ്ലസ് ബി ഈക്വൽ ടു എ, ഇത് നമുക്കൊന്ന്
ചെയ്ത് നോക്കാം. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, എ ഡോട്ട് എ പ്ലസ് ബി. ഓക്കെ, എ ഡോട്ട് എ പ്ലസ് ബി എന്നാ പറഞ്ഞേക്കുന്നത്. നമ്മളിത് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ എനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ബി എന്ന് കിട്ടത്തില്ലേ? പക്ഷേ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ, അനൽമെന്റ് ലോ പ്രകാരം, സോറി, നമ്മുടെ ഐഡൻപട്ടൺ ലോ പ്രകാരം എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എ. ഓക്കെ, സോ നമ്മൾ ബാക്കി എ പ്ലസ് ബിനെ നമ്മൾ, സോറി, എ ഡോട്ട് ബിനെ നമ്മൾ സെയിം അതേപോലെ തന്നെ എഴുതുന്നു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എനെ നമുക്ക് പുറത്തെടുക്കാം. ഈ എനെ ഞാൻ ബ്രാക്കറ്റിന്റെ പുറത്തെടുത്തു, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടു, ഇവിടെ ഒരു ഡോട്ട് ഇടാം നമുക്ക് കേട്ടോ. ഇനി ഈ എയുടെ സ്ഥാനത്ത് എന്താ ബാക്കി? 1. ഇവിടെ പ്ലസ്, ഇവിടെ എന്താ ബാക്കി വരുന്നത്? ബി. ബി. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ ഈ 1 പ്ലസ് ബി നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ നോക്കിയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, ഇതുണ്ടോ, 1 പ്ലസ്, സോറി, 1 പ്ലസ് എ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1 അല്ലേ? 1 പ്ലസ് എ ഇസ് ഓൾവേസ് ഈക്വൽ ടു 1. അതുപോലെ നമ്മൾ 1 പ്ലസ് ബി എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെ 1നെ ഓറിനെയും ബിനെയും കൂടെ ഓർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 ആയിരിക്കും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എ and 1. So that will be equal to A. മനസ്സിലായോ? സോ ഈ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. അതാണ് അബ്സോർപ്ഷൻ ലോ. ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അബ്സോർപ്ഷൻ ലോ എഴുതിയിരിക്കുന്നത്. എ ഡോട്ട് എ പ്ലസ് ബി ഈക്വൽ ടു എ. സിമിലർലി the same case with a plus a into b. Okay, so അത് മറക്കണ്ട, the absorption law. ഇനി ഇൻവല്യൂഷൻ ലോ എന്ന് പറഞ്ഞാൽ nothing but complement of a complement is equal to the variable itself. അതായത് പറഞ്ഞു വെക്കുന്ന ഇത്രേ ഉള്ളൂ, എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ ആയിരിക്കും. അത് കാരണം എന്താ? കാരണം നമുക്ക് 0യും 1ഉം എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് അല്ലേ ഉള്ളൂ. അപ്പോൾ 0യുടെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആയിരിക്കും, അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, സോ അതാണ് എയുടെ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ തന്നെ ആയിരിക്കും. ഓക്കെ, ഡിമോഗൻസ് ലോയും അടുത്തിട്ട് നമ്മുടെ ഡിമോഗൻസ് ലോ ആണ്. ഈ ഡിമോഗൻസ് ലോയും നമ്മുടെ ബൂളിയൻ ആൾജിബ്രയിൽ widely used one. Okay, so ഈ ഡിമോഗൻസ് ലോ വർക്ക്സ് വിത്ത് ദ കോംപ്ലിമെന്റ്. സോ നമ്മളിപ്പം പറയുന്നത് എന്താ വെച്ചാൽ എ ഓർ ബിയുടെ കോംപ്ലിമെന്റ് കാണുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് എ കോംപ്ലിമെന്റ്, ഓക്കെ, ഡോട്ട് ബി കോംപ്ലിമെന്റ് ആയിരിക്കും. അതായത് നിങ്ങളെ ഈ എയും ബിയും കോംപ്ലിമെന്റ് ആയ കൂടെ ഈ ഒരു ചിഹ്നവും ചേഞ്ച് ചെയ്തു, ഓർ എന്നുള്ളത് ആൻഡ് ആയി. ഇൻ കേസ് ഇവിടെ നോക്കുവാണെങ്കിൽ ആൻഡ് എന്നുള്ളത് ഓർ ആവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡിമോഗൻസ് ലോ പ്രകാരം ഒരു ഓപ്പറേഷന്റെ കോംപ്ലിമെന്റ്സ് കാണുമ്പോൾ ആ വേരിയബിൾസിന്റെ കോംപ്ലിമെന്റ്സ് മാത്രം കണ്ടാൽ പോരാ, അതിന്റെ സൈനും ചേഞ്ച് ആവും. പ്ലസ് വിൽ ബി ചേഞ്ച് ടു ഡോട്ട്, ഡോട്ട് വിൽ ബി ചേഞ്ച് ടു പ്ലസ്. ഇതാണ് ഡിമോഗൻസ് ലോ. സോ നമ്മൾ ഡിമോഗൻസ് ലോ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു ലോയും കൂടെ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ലോ. അത് ഡുവാലിറ്റി തിയറം. സോ ഈ ഡുവാലിറ്റി തിയറം എന്താ പറയുന്നതെന്ന് അറിയാവോ? ഇൻ എനി ബൂളിയൻ എക്സ്പ്രഷൻ, ഓക്കെ, ഏത് ബൂളിയൻ എക്സ്പ്രഷൻ്റെയും ഡ്യുവൽ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ചേഞ്ചിങ് പ്ലസ് ബൈ ഡോട്ട്, ഡോട്ട് ബൈ പ്ലസ്, 0/1, 1/0. ഓക്കെ, സോ ഇങ്ങനെ ചേഞ്ച് ചെയ്താലാണ് നമുക്ക് ഡുവൽ കിട്ടുക എന്നുള്ള. അപ്പോൾ ഏതൊരു ബൂളിയൻ എക്സ്പ്രഷനും നമുക്ക് ഡുവൽ ഉണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഞാൻ എഴുതാം. 1 എന്നുള്ളത് ഒരു
ബൂളിയൻ എക്സ്പ്രഷൻ ആണ്. 1 ഈക്വൽ ടു 1 എന്ന് നമുക്ക് ചുമ്മാ എഴുതാം. 1 ഈക്വൽ ടു 1 ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഡുവാലിറ്റി തിയറം വെച്ച് നമ്മൾ ഇതിന്റെ ഡുവൽ എടുക്കുവാണെങ്കിൽ 1 ഷുഡ് ബി ചേഞ്ച്ഡ് ബൈ 0 എന്നല്ലേ. അപ്പോ 0 ഈക്വൽ ടു 0 നമുക്ക് എഴുതത്തില്ലേ? ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബൂളിയൻ ഡുവൽ കാണുന്നത്. വേറെ ഞാൻ പറഞ്ഞുതരാം. എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതാണ് എ പ്ലസ് പി ഇൻറ്റു സി ഈക്വൽ ടു 0. ഞാൻ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ എഴുതി. ഇനി ഇതിന്റെ ഡുവൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പ്ലസ് ഇതുണ്ട് ഇവിടെ, പ്ലസ് ഷുഡ് ബി ചേഞ്ച് ടു ഡോട്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഡോട്ട് എഴുതി എ ഡോട്ട് ബി, പിന്നെ ഡോട്ട് ഷുഡ് ബി ചേഞ്ച് ടു പ്ലസ് അല്ലെ, പ്ലസ് സി ഈക്വൽ ടു 0 ഷുഡ് ബി ചേഞ്ച് ടു 1 എന്ന് പറയുന്നത് 1. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷന്റെ ഫസ്റ്റ് എക്സ്പ്രഷന്റെ ഡുവൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ അതാണ് ഡുവാലിറ്റി തിയറം പറയുന്നത്. നമുക്കൊരു എക്സ്പ്രഷന്റെ ഡുവൽ കാണാൻ വേണ്ടിയിട്ട് പ്ലസിനെ ഡോട്ടായിട്ടും ഡോട്ടിനെ പ്ലസ് ആയിട്ടും 0നെ 1 ആയിട്ടും 1നെ 0 ആയിട്ടും ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, സോ അതാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഒരു എക്സാമ്പിളും കൂടെ എഴുതി നോക്കാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അപ്പം ഞാനൊരു എക്സ്പ്രഷൻ എഴുതുവാണേ, എ പ്ലസ് പി ഇൻറ്റു എഴുതി, എന്നിട്ട് സി പ്ലസ് ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 എന്നുള്ള ഒരെണ്ണം എഴുതാമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനെ ഈ പ്ലസിനെ നമ്മൾ ഡോട്ടായിട്ട് ചേഞ്ച് ചെയ്ത് എഴുതി, ഈ ഡോട്ടിനെ നമ്മൾ പ്ലസ് ആയിട്ട് ചേഞ്ച് ചെയ്ത് എഴുതി, സി ഈ പ്ലസിനെ നമ്മൾ ഡോട്ടായിട്ട് ചേഞ്ച് ചെയ്ത് എഴുതി. ഇനി ബി, ചില കുട്ടികൾ എക്സാമിന് വരുമ്പം എന്ത് ചെയ്യുന്നറിയോ, ഈ കോംപ്ലിമെന്റിനെ മാറ്റിയിട്ട് കോംപ്ലിമെന്റ് ഇല്ലാതെ എഴുതും. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. കോംപ്ലിമെന്റിന് ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. ഓക്കെ, സോ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു 1ന് പകരം 0. അപ്പോൾ ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ഡുവൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഈ കോംപ്ലിമെന്റിന്റെ കാര്യം ഒരിക്കലും മറക്കരുത്. കാരണം ചേഞ്ച് ചെയ്യേണ്ട സംഭവങ്ങൾ ഇത്രയേ ഉള്ളൂ. പ്ലസ് ചേഞ്ച് ആവും, ഡോട്ട് ചേഞ്ച് ആവും, 0 ചേഞ്ച് ആവും, 1 ചേഞ്ച് ആവും. ഓക്കെ, വേറെ ഒന്നും ചേഞ്ച് ആവുന്നില്ല. എക്സ്പ്രഷൻ ആസ് ഇറ്റ് ഈസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതാണ് ഡുവാലിറ്റി തിയറം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ 1-2 പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിപ്പിച്ചതിൽ നമുക്ക് പഠിക്കേണ്ടാത്തതായിട്ടൊന്നുമില്ല. കാരണം ഇത് പഠിച്ചെങ്കിൽ മാത്രമേ, ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പ്രോബ്ലംസും സിംപ്ലിഫിക്കേഷനും ബൂളിയൻ ആൾജിബ്രയും പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.